പ്രധാനമായിട്ടൊരു വിഷയത്തിൽ സത്യം ചെയ്യുകയാണെങ്കിൽ ഹക്കീം ബിൻ നിസാം സാധാരണ പറയാൻ ലാ വല്ലദീ നജ്ജാനി യൗമൽ ഹൗദ്, ആ ഹൗദിന്ന് വെള്ളം കുടിച്ച ഞങ്ങൾ 10 ആളെ കൂട്ടത്തിൽ 9 കൊല്ലപ്പെട്ടിട്ട് ഇന്ന മാത്രം അള്ള രക്ഷിച്ച് ആ റബ്ബാണ് സത്യം. എന്തോ ഭാഗ്യത്തിന് ഹക്കീം ബിൻ നിസാം മാത്രം രക്ഷപ്പെട്ടു. അപ്പൊ നിബിതങ്ങളുടെ കാരുണ്യാണത്. എന്നേക്ക് ഇറ്റങ്ങളും തന്നെ നിബിതങ്ങളുടെ തീരുമാനം എടുക്കാതെ ഒന്നുമില്ലെങ്കിൽ കെട്ടി പൊയ്ക്കോളി പറഞ്ഞേ പറയുള്ളൂ മേലെ തല. സഅദ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിക്കും പോലെയാണ് അറിഞ്ഞ നിബിതങ്ങൾ പറഞ്ഞോട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു നമുക്ക് സ്വീകാര്യനാണ്, നിങ്ങൾക്ക് സ്വീകാര്യനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഒപ്പിട്ട് കരാർ ഒപ്പിട്ട്. അപ്പൊ രോഗിയായിട്ട് മദീനത്തെ പള്ളിയിൽ തമ്പിൽ കിടക്കാണ്. റഫീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിചരണത്തിൽ രോഗിയായിട്ട് കിടക്കാൻ സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആളയച്ചു. രോഗിയായ അദ്ദേഹത്തെ കൊണ്ടുവന്നു. വാഹനപ്പുറത്തുനിന്ന് താങ്ങിയെടുത്തു വെക്കുക. അത്രയും അവശനാണ്. നബിതങ്ങൾ പറഞ്ഞു, ഇവര് പറയുന്നത് നിങ്ങൾ തീരുമാനം എന്തായാലും അവർ സ്വീകരിക്കുന്നതാണ്, എന്റെ തീരുമാനം സ്വീകരിക്കൂല, നിങ്ങളെ തീരുമാനം സ്വീകരിക്കാന്നാണ് അവർ പറയുന്നത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ചോദിച്ചാ അങ്ങനെ പറഞ്ഞു. എന്നാ ഞാൻ വിരിക്കാറുണ്ട്. നിങ്ങൾ സ്വീകരിക്കൂല ചോദിച്ചു. ആ പറയാ നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. അവര് ഭയങ്കര കടുപ്പപ്പെട്ട തീരുമാനം എടുത്തത്. പിന്നെ ഓർക്ക് നിവൃത്തിയില്ലല്ലോ, അവരൊപ്പിട്ടല്ലേ. പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരെ മുഴുവനും കൊന്നുകളയാനും സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ ബന്ധനസ്ഥരാക്കി അടിമകളായി വെക്കാനും സ്വത്ത് മുഴുവനും കണ്ടുകെട്ടാനും ഇടിവറ്റേറ്റേക്കൈപ്പീറ്റങ്ങൾ. പിന്നൊന്നും പറയാനില്ലല്ലോ, ഒന്നും പറയാനില്ല. 700ഓളം ജൂതന്മാർ, ബനൂ ഖുറൈളക്കാരായ ജൂതന്മാർ കൊല്ലപ്പെട്ടു. സഅദ് റളിയല്ലാഹു അന്നത്തെ തീരുമാനം ദുആണ്. പടച്ചോനെ, ഖുറൈശികളുമായിട്ടൊരു യുദ്ധം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി കഴിയാതെ നീ എന്നെ മരിപ്പിക്കരുത്. അത് കഴിഞ്ഞെങ്കിൽ എന്നെ നീ ദുന്യാവിൽ ബാക്കി വെക്കരുത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറുവഞ്ചന ചെയ്ത ഈ വഞ്ചകന്മാരായ ബനൂ ഖുറൈളയുടെ തീരുമാനം കഴിഞ്ഞിട്ടല്ലാതെ നീ എന്നെ മരിപ്പിക്കരുത് എന്നൊരു സമയം കൊടുത്ത അല്ലാഹു. ആ തീരുമാനം കഴിഞ്ഞ് അപ്പൊ തന്നെ മദീനത്തെത്തിയത് സത്യം. രോഗി കൂടുതൽ ശക്തിപ്പെടും, കാരണം യാത്രയുടെ ആയപ്പോ പറ്റ അവശനായി. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ കാണാൻ ആളുകൾ പള്ളിയിൽ ജമാഅത്തിന് ഒരുമിച്ച് കൂടിയ സമയത്ത് ഈ തമ്പിന്റെ ഉള്ളിൽ നിന്ന് രക്തം ഒന്നായിട്ട് ഒലിച്ച് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇത് പോത്ത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതാകും. മുറിവ് പൊട്ടി രക്തം ഒഴുകി അങ്ങനെ ഷഹീദായി മരണപ്പെട്ട ആളാണ് സഅദ് ഇബ്നു മുആദ് അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ട് പറയാൻ ലമിൻദിലു സഅദിൻ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു മിന്തിലില്ലേ, നമ്മളിങ്ങനെ തുടച്ചിട്ട് വെച്ചറിയണേ, ആ ഒരു മിന്തിയിൽ ഈ ദുനിയാവും അതിലുള്ള സകലത്തിനേക്കാളും ഹൈറാണ് ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റൊരു മിന്തിയിൽ. അപ്പൊ എത്ര വലിയ പദവിയുള്ള മനുഷ്യനാണ് എന്നല്ല. അന്ന് വരെ ലോകത്തിറങ്ങാത്ത 70,000 മലക്കുകൾ പ്രത്യേകമായി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് പരിപാലനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ കാലിന്റെ പെരുവിരിൽ മാത്രം ഇങ്ങനെ നടക്കുന്നു. ഈ നടത്തം കണ്ടപ്പോഴാണ് പറഞ്ഞത്, ബാക്കിയുള്ളവർക്ക് കാണൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിനിരന്ന മയ്യിത്തിന്റെ കൂടെ അണിനിരന്ന മലായികത്തിന്റെ ആധിക്യത്താൽ എനിക്ക് കാല് വെക്കാൻ സ്ഥലമില്ല, അത്രയും കൂടുതൽ മലക്കുകൾ. തന്നെയല്ല ഇസ്തസ്സ അർശുർ റഹ്മാനി ബിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിൽ തന്റെ ആത്മാവ് എല്ലിയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ ആനന്ദാതിരേകത്താൽ റഹ്മാനായ റബ്ബിന്റെ അർശ് കിടിലം കൊണ്ടുപോയി. പേടിച്ചിട്ടല്ല, സന്തോഷാധിക്യത്തല്ല, ആറാടിപ്പോയി. അത്ര അള്ളാഹുവിന്റെ അർശ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി ഇളകി മറിഞ്ഞെങ്കിൽ ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറടക്കം കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്നിട്ട് തസ്ബീഹും തക്ബീറും ചൊല്ലി ദീർഘനേരം നബി തങ്ങൾ തക്ബീർ ചെല്ലുമ്പോൾ സഹാബത്തും കൂട്ടത്തിൽ തക്ബീർ ചൊല്ലി, നബി തങ്ങൾ തസ്ബീഹ് ചെല്ലുമ്പോൾ കൂട്ടത്തിൽ സഹാബത്തും തസ്ബീഹ് ചൊല്ലി. കുറച്ചു കഴിഞ്ഞ് ശാന്തരായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്ത് ചോദിക്കുകയാണ്, സാധാരണ ഇങ്ങനെ തസ്ബീഹും തക്ബീറും ചെല്ലാറില്ലല്ലോ, ഇന്നെന്താണ്? لقد ضم القبر على هذا الرجل الصالح ضمة سمعت له من في الدنيا إلا الثقلين. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഒരു ഒറ്റ ഇടുക്കങ്ങോട്ട് ഇടുങ്ങിയിട്ട് ഈ ദുനിയാവിലുള്ള സകല ജീവജാലങ്ങളും അത് കേട്ടു, മനുഷ്യനും ജിന്നും ഒഴിച്ച്.
സുമ്മ ഫുരിജ അൻഹു. അപ്പൊ ആരാ പിന്നെ ഇതിന്ന് ഒഴിവാകുക? ചുരുക്കം ചില ആളുകൾ ഇതിൽ നിന്നിട്ട് ഒഴിവാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഏതായാലും അതിൽപ്പെട്ടവരാണ്. ശുഹദാക്കൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കൾ ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നിട്ട് ഒഴിവാകും എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു എണ്ണിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ ശുഹദാക്കളെക്കാളും പദവിയുള്ള സിദ്ദീഖീങ്ങളിലും അതിൽ പെടേണ്ടതാണ് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ ചുരുക്കം ആളുകളെ അതിൽ നിന്നിട്ട് പൂർണ്ണമായി രക്ഷപ്പെടും. ബാക്കി എല്ലാവർക്കും ഈ ഒരു ഇടുക്കം കൂടാതെ കഴിയില്ല. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അതിന്റെ ഗൗരവം മനുഷ്യനും ജിന്നുമല്ലാത്ത സകല ജീവജാലങ്ങളും കേൾക്കുമാർ ഭയാനകമാണ്. പക്ഷേ സാലിഹീങ്ങളായ മഹാന്മാരായ അള്ളാഹു ഭാഗ്യം ചെയ്തവരാണെങ്കിൽ അത് സെക്കൻഡുകൾക്കിടയിൽ അകന്നു മാറി ഖബർ വിശാലമാകും. അല്ലാത്തവരുടെ കഥ അത് കാഫിർ മാത്രമല്ല. കാഫിർ മാത്രമാണെങ്കിൽ പിന്നെയും ഭൗതി ആശ്വസിപ്പിക്കുന്നു. കാഫിറും മുനാഫിക്കും മാത്രമല്ല, മഹാപാപം ചെയ്തതായ സത്യവിശ്വാസികളും ഈ കൂട്ടത്തിൽ പെടുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല വിവരണത്തിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനൊരു എടുക്കം എന്നതിനെ സംബന്ധിച്ച് ഇമാം മസാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള മഹാന്മാർ പറയുന്നത്, അല്ലാഹു തആല ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു തആല. അഥവാ മണ്ണ് നമ്മുടെ മാതാവാണ്. ഇനി ഈ മാതാവിന്റെ മടിത്തട്ടിലേക്ക് കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. തന്റെ ഇഷ്ടപ്പെട്ട വാത്സല്യപുത്രൻ ദീർഘകാലം തന്നെ വിട്ടുപോയി തന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ സ്നേഹനിധിയാവുന്ന ആ മാതാവ് സ്നേഹവാത്സല്യത്തോടു കൂടി തന്റെ പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ ചെയ്യുന്ന ഒരു സ്നേഹാലിംഗനം, ഇതാണ് സത്യവിശ്വാസിക്ക് അനുഭവപ്പെടുന്നത്. എന്നാലും അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അതെന്തിനായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് ഒരു അനുഭവം വെറുതെ നൽകില്ല. മാ യുസീബുൽ മുഅ്മിന മിൻ വസബിൻ വലാ നസബിൻ വലാ തഅബിൻ അത്ത ശൗഖത്തു യശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന് എത്തുന്ന ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, വിഷമങ്ങള്, കഷ്ടനഷ്ടങ്ങള്, വളരെ ചുരുക്കി പറഞ്ഞാൽ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് തൊട്ട് ഒരു ഉറുമ്പ് കടിക്കുന്നത് വരെയുള്ള ചെറിയ അനുഭവങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തവന് പരിഹാരമായി പ്രായശ്ചിത്തമായി നൽകും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് എങ്ങനെ നോക്കിയാലും വലിയ സിദ്ദീഖീങ്ങള്, അംബിയാ മുർസലീങ്ങള് പോലെയുള്ള വലിയ ഉയർന്ന മഹാന്മാര് ഒഴിച്ച് സാധാരണക്കാരൊക്കെ നല്ല ആളുകളാണെങ്കിൽ പോലും ഒരുപാട് വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരിക്കും. അത് നാളെ പരലോകത്ത് ശിക്ഷിക്കാതെ ഈ ഒരു ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിലൂടെ കഴിച്ചുവിട്ട് അവനെ ശുദ്ധി ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയയാണ് അല്ലാഹു തആല ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു നിലക്ക് അല്ലാഹുവിന്റെ ഒരു കാരുണ്യമാണത്. സംഗതി ഒരു വിഷമം പിടിച്ച അനുഭവം തന്നെയാണെങ്കിൽ പോലും അല്ലാഹു തമ്പുരാൻ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും വീഴ്ചകളും തെറ്റുകളും പൊറുക്കാനുള്ള, അവന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയ്ക്ക് പരിഹാരം നൽകാനുള്ള ഒരു പ്രക്രിയയാണ് ഇതിലൂടെ അനുഭവം. അതേസമയത്ത് ഇത് ഇവിടുന്ന് ചെയ്യാതെ പോയാൽ ആഖിറത്തിൽ കാണുമ്പോൾ നീണ്ടു നിൽക്കും. ആഖിറത്തിൽ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രയാസകരമായ അനുഭവമാണ്. അവിടത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ തന്നെ കൊടുക്കുന്നത് മുഅ്മിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാഹുവിനോട് കാവല് തേടണം, എപ്പോഴും കാവല് തേടേണ്ടതാണ്. ചുരുങ്ങിയത് അതിന്റെ അനുഭവം കുറച്ചു കിട്ടാനെങ്കിലും നാം എപ്പോഴും പഠിക്കണം. അതേ സമയത്ത് ഖബറിലുള്ള വിഷമങ്ങൾ, ശിക്ഷയുടെ ഏറ്റവും കൂടുതൽ
നാം മൂത്ര സംബന്ധമായ ശുദ്ധീകരണത്തിൽ സൂക്ഷ്മതക്കുറവ് വരുത്തുന്നത് കൊണ്ടാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഫഇന്ന ആമ്മത അദാബിൽ ഖബ്രി മിനൽ ബൗൽ. ഖബറിലെ ശിക്ഷയിൽ അധിക ഭാഗവും നോക്കിയാൽ മൂത്ര സംബന്ധമായ ശുദ്ധിയിൽ സൂക്ഷ്മതക്കുറവ് കൊണ്ടുവരുന്ന ശിക്ഷകളായിരിക്കും. അപ്പൊ അത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ഈ കോവർ കഴുതന്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൻസാരികളിൽപ്പെട്ട ബനു നജാറുകാരുടെ ഒരു തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഈ കോവർ കഴുത പരിഭ്രമിച്ച് പെട്ടെന്ന് വഴിമാറി ചാടി ഓടുന്നു. തങ്ങൾ തന്നെ താഴെ വീണുപോയോ എന്ന് സഹാബാക്കൾ ഭയപ്പെടുമാറ്. തങ്ങൾ ചോദിച്ചു, ഓഹോ, ഇതിന്റെ ഭാഗത്ത് ഖബറുണ്ടല്ലേ, അവിടെ ആരെ ഖബറാണുള്ളത്? അപ്പൊ നോക്കുമ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് ശേഷം, നബി റസൂലായി അറിയപ്പെട്ടതിന് ശേഷം തന്നെ മരണപ്പെട്ടു പോയ ഏതാനും 4 or 5 മുശ്രിക്കുകളായ ആളുകളുടെ ഖബറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖബറിലെ ശിക്ഷ മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ വസ്തുക്കളും അറിയുന്നുണ്ട്. എന്നാ പിന്നെ മനുഷ്യനും ജിന്നുമല്ലേ അറിയേണ്ടത്? ഒരല്ലേ മുക്കല്ലഫീങ്ങൾ? വലോ സമയമില്ല സൈഖൂ, അവര് കേട്ടാൽ എന്താവും? ബുദ്ധിയുള്ളവരവരാണല്ലോ. അവര് ഖബറിലുള്ള അവസ്ഥ ഉണ്ടാകും, അപ്പൊ തന്നെ ബോധരഹിതരായി പോവും. ബാക്കി ഉണ്ടാവില്ല, മരിച്ചു പോവും പേടിച്ചിട്ട്. എന്നിട്ട് പറയാണ്, ലൗലാ അല്ലാ തുദാഫനൂ ലദഅതുല്ലാഹ അൻ തസ്മഉ മാ അസ്മഉ മാ ഫീ ഖബർ. ഖബറിൽ നിന്നിട്ട് എനിക്ക് കേൾക്കുന്ന ഈ അനുഭവം നിങ്ങൾക്കൊക്കെ കേൾക്കുമാറാട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലാ തുദാഫനൂ, അങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങളാരും ഖബറടക്കാൻ ആളെ കിട്ടൂല. മരിച്ചോല് കുടുങ്ങി. ഇപ്പൊ മരിച്ചവർക്ക് കൊടുക്കൊന്നുമില്ലല്ലോ, ഞാൻ മരിച്ചു കൊടുത്താൽ മതി, ബാക്കിയുള്ളവർക്ക് പിന്നെ ജീവിച്ചിരിക്കണമല്ലോ ചെയ്യാം. അതിനാളെ കിട്ടൂല. കാരണം ഖബർ അടുക്കി കഴിഞ്ഞാൽ ഖബറിലുള്ള ഈ അനുഭവം പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങിയാൽ ഖബറിന്റെ അടുത്തേക്ക് ആൾ പോവില്ല, മറയിടാനും ആളുണ്ടാവില്ല. അങ്ങനെ വിഷമം. അപ്പൊ ഈ 2 വിഷമാണ്. ഒന്ന്, ഖബറടക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥ വരും പേടിച്ചിട്ട്. മറ്റൊന്ന്, അത് കേട്ടവരെന്തായി പോവും? മരണപ്പെട്ടു പോവും, അല്ലെങ്കിൽ ബോധം കെട്ടുപോവും. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രാർത്ഥിക്കാതിരുന്നത്. മറ്റൊരിക്കലും ഇങ്ങനെ പോകുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കന്നെ 2 ഖബർ, ഇത് പറഞ്ഞ 4-5 ഖബറുണ്ട്, മുശ്രിക്കുകളായിട്ട് മരിച്ചുപോയവരാണ്. 2 ഖബറിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഇതേ അനുഭവം തന്നെ നബി തങ്ങൾ കയറിയ അന്ന് കുതിരപ്പുറത്തായിരുന്നു. കുതിര പെട്ടെന്ന് പരിഭ്രമിച്ചോടി എന്നപ്പോ പറഞ്ഞത് മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖബർ തന്നെയാണ്. ആണ് രസം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ. ഈ 2 ഖബറിലുള്ള ആളുകളെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീർ, അത് സൂക്ഷിക്കാൻ അത്ര പ്രയാസമൊന്നുള്ള കാര്യമായിരുന്നില്ല. അങ്ങനത്തെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ ശിക്ഷിക്കപ്പെടുന്നത്. മറ്റു ചില രൂപത്തിലുണ്ട് ഇന്നുമാല കബീർ, സംഗതി വലിയ തന്നെയാണ്, പക്ഷെ സൂക്ഷിക്കാനൊരു പ്രയാസമില്ല. അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തൻസിഹു മിനൽ ബൗൽ, ഒരാള് മൂത്രമൊഴിച്ചാൽ അത് അത്ര സൂക്ഷ്മത പാലിക്കൂല, അത് ശരിക്കും ശുദ്ധിയാക്കിയോ അല്ലെങ്കിൽ അവിടെ തുറച്ചവിടെ അതിലൊന്നും അത്ര ശ്രദ്ധ പാലിക്കാത്ത ഒരാളാണ്. മറ്റേയാള് വൽ ആഖറു കാന യംശി ബിന്നമീമ, യേസനും പറഞ്ഞു നടക്കുന്ന ആളാണ്. നല്ലോണ്ടല്ലോ ഇപ്പൊ നമ്മളെ ആളുകളുടെ ഇടയിലൊക്കെ അതാ പണി. 2 ആൾ തമ്മിൽ തെറ്റിക്കുന്ന, അല്ലെങ്കിൽ 2 കക്ഷിയായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന, 2 ഗ്രൂപ്പായിട്ട് തെരിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ 2 പോണവരെ പേടിക്കണം. പോണ്ടെന്നുള്ള അർത്ഥത്തിനല്ലേ ഞാൻ പറയുന്നത്. രക്ഷപ്പെടൽ വളരെ കുറവാണ്. 2 നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടുന്ന് എന്തെങ്കിലും ഉള്ളതേക്കാരെ പറയാ. മനുഷ്യന്മാരാണല്ലോ. ഇവിടുന്ന് കേട്ടത് ഉള്ളത് തന്നെ. മറ്റവരെ പറ്റിയിട്ട് എന്തോ പറഞ്ഞത് ഇയാള് ശരിക്കും ഹക്ക് കേട്ടത് തന്നെ. അവിടെ പോയിട്ട് ഓരോട് ഇങ്ങനെ പറയുമ്പോ മറ്റയാളെ മൂപ്പൻ ഇങ്ങനെ പറയുന്നേ, മറ്റയാൾ ഇങ്ങനെയപ്പോ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ പോലെ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോല് പിന്നെ അതിനെപ്പറ്റി പ്രതികരിക്കാതിരിക്കൂലോ, സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ഒക്കെ കേട്ട് എന്നിട്ട് പിന്നെ താഴ്ച ഇവിടെ വന്നപ്പം ഇവിടെ നിന്ന് പറഞ്ഞ നിങ്ങൾ കേൾക്കണോ, ഓലിങ്ങനെ പറയണേ, മുമ്പ് തന്നെ തമ്മിൽ തെറ്റിയാ നിക്കണത്.